ഞാനീ പറയുന്ന കാര്യങ്ങളിനകത്ത് താല്പര്യമുള്ളവരുണ്ടെന്നും അത്രയും രാഷ്ട്രീയ അറിവ് ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി വനരോധനമാകുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളിവിടെ ഇരിക്കുന്നു എന്നുള്ളത്. അല്ലാതെ ഒരാൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക്, പക്ഷേ ഈ കുടുംബം ജീവിതം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താണ്, ഇത് നമുക്ക് ചിരി പറയണമെന്ന് നിങ്ങൾക്കും തോന്നും. കാരണം നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന കുറേ ഏരിയകളും പ്രശ്നങ്ങളും ഉണ്ട്. അതിന് പരുവപ്പെട്ട എന്ന് പറഞ്ഞാൽ പഴുത്ത് നിൽക്കുന്ന സ്ഥലമാണ് കേരളമൊക്കെ. അതറിയുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ ഉണ്ടാകും. ഈ സംസ്ഥാനത്ത് ഉള്ള ജനങ്ങൾ ചിന്തിക്കുന്നതിനകത്താണ് നമ്മളുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് രണ്ടുപേർക്ക് ഇപ്പോൾ ഇരുന്ന് ഈ സംസാരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കാനായിട്ട് വയനാട്ടിലിരിക്കുന്ന ഒരുത്തനും എവിടെയാണെന്ന് അറിഞ്ഞുപോലും കൂടാത്ത ഒരുത്തനും കൂടാണ് ഈ വേണ്ടത്. അപ്പോൾ അങ്ങനെ സംസാരിക്കാനായിട്ട് സാധ്യത ഉണ്ടാകുന്ന നിലവാരത്തിൽ ഒരു സമൂഹം പരുവപ്പെട്ടിട്ടുണ്ടെന്നുള്ള അറിവാണ്. അല്ലെങ്കിൽ ഇത് ഇവിടെ നിങ്ങൾ കൂടത്തില്ല. അത്രയും നമ്മൾ അറിയണ്ട. വായനയില്ലാതെ കേൾവിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയത് കൂടുതൽ. ഈ അതിപ്രസരത്തിൽ നമുക്ക് ഈ മൂലയിൽ നിന്നുകൊണ്ട് അതിപ്രസരമൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതിപ്രസരമൊന്നുമില്ല. അതിപ്രസരമുള്ള ആയിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരത്തില്ല. സോഷ്യൽ മീഡിയ കൊണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് അതിപ്രസരമൊന്നുമില്ല, ആവശ്യമുള്ളത്. അല്ലാതെ പണ്ടത്തെ ഇൻഡാസ് കിട്ടിയിട്ട് മാത്രം വരുന്ന ആളുകളല്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ലോകത്ത് പുതിയതായി ഉണ്ടായെന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഒരു അതിപ്രസരവും ഇല്ല. പണ്ട് കാലത്ത് പുസ്തകം ഉണ്ടായ സമയത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ രാവിലെ ആകുമ്പോൾ അവനൊരു പുസ്തകമായിട്ട് മൂലയ്ക്ക് കയറിയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്രസരമൊന്നും ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അതിപ്രസരമൊന്നുമില്ല. അത് എല്ലാവരും ഭയങ്കര അതിപ്രസരമാണ്. മനസ്സിലായി, പറഞ്ഞത് മനസ്സിലാവും, ഇച്ചിരി പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് പറയുന്നത് ഭയങ്കര അതിപ്രസരമാണ്. ഇഷ്ടംപോലെ ബസ്സില്ലേ ഇവിടെ അല്ല? കാളവണ്ടി പോരായിരുന്നോ? അതിപ്രസരം കാരണം റോഡിൽ കൂടെ നടന്ന് ഇടികൊണ്ട് ചത്തോണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എത്ര പേരാണ് ചാകുന്നത്? ഈ അതിപ്രസരമൊന്നും നിങ്ങൾ കാണാതെ പോകുന്നത് എന്താ? അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഉള്ള കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഓട്ടോറിക്ഷക്കാരോട് തോന്നുന്ന ഒരു വിരോധം മാത്രമാണ്. അത്രയേ ഉള്ളൂ. പുതിയ കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥലം വന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പം അത് ആദ്യകാലത്ത് പത്രം വന്നിരുന്നു. പത്രം വായിക്കുന്നത് രാവിലെ എണ്ണീറ്റ് എല്ലാവരും പത്രം വായിക്കണമെന്ന് നമ്മളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളതല്ലേ. സ്കൂളിലെല്ലാം വായിപ്പിക്കത്തില്ലായിരുന്നു, പത്രം അസംബ്ലി വായിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ടെലിവിഷൻ വന്നപ്പം ഈ ടെലിവിഷൻ്റെ മുന്നേ നിന്ന് എണ്ണിക്കത്തില്ല ഇവർ. മുഴുവൻ സമയം സീരിയലിനെ പറ്റി ഭയങ്കര ചർച്ചയായിരുന്നു. ഒരു 15 കൊല്ലം മുമ്പ് ഞാൻ സീരിയൽ കാണലാണ്, ഒരാൾ പ്രസംഗം കേൾക്കാൻ വരത്തില്ലെന്നായിരുന്നു. അന്ന് സീരിയലിനെ പറ്റിയായിരുന്നു ചർച്ച മുഴുവൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയി. പുതിയതിനോടുള്ള ഒരു എതിര് മാത്രമേ അത്രയേ ഉള്ളൂ. പുതിയ മീഡിയ എപ്പോഴും ഉണ്ടാകുമ്പോൾ അത് അത്ര അത്യാവശ്യമാണെന്നോ അല്ലെങ്കിൽ അത് അത്ര നല്ലതല്ലെന്നൊക്കെ നമുക്ക് തോന്നും. പേടിക്കണ്ട. ബോൾ പോയിൻ്റ് വെച്ച് എഴുതുമ്പോൾ കയ്യക്ഷരം നന്നാകത്തില്ലെന്ന് പറഞ്ഞ് നമ്മളെ ഇറക്കി വിട്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബോൾ പോയിൻ്റ് അല്ലാതെ മറ്റൊരു സാധനം വെച്ച് എഴുതാൻ അനുവദിക്കത്ത് പോലുമില്ല. പടർന്നു പോകും, മഷി പടർന്ന് ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞിട്ട് മഷി വെച്ച് എഴുതാൻ ഇന്ന് സമ്മതിക്കത്തില്ല. ഒരു ചെക്ക് ഒപ്പിടാൻ ഒക്കത്തില്ല. അതുപോലെ അങ്ങ് മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് അതിപ്രസരം എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളല്ലാത്ത രീതികൾ വരുമ്പോൾ നമുക്ക് തോന്നും അത് കുഴപ്പമാണെന്ന് തോന്നും. അത് പേടിക്കണ്ട. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി, അത്രയേ ഉള്ളത്. ശ്രീ മൈത്രേനോട് അത് കഴിഞ്ഞു ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു, ഒരു പ്രാവശ്യം പറഞ്ഞു. പക്ഷേ ഇന്ത്യ പോലെ മതം തിന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളുടേതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാലും സത്യത്തിൽ മതങ്ങളുടേതാണ് അല്ലെങ്കിൽ പിന്നെ ജാതികളുടേതാണ് ഇന്ത്യയിലെ ജനാധിപത്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊന്നും
കഴിഞ്ഞ കുറേ ഇലക്ഷനുകളായിട്ട് ഒരു വികസനത്തെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ മതങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതം നോക്കി തന്നെ ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുമാണ് നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ലേ? ഒരു സ്വതന്ത്രനായി ചിന്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഈ ജനാധിപത്യത്തോട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. തിരഞ്ഞെടുപ്പ് മാത്രമാണ് ജനാധിപത്യത്തെ തെറ്റിദ്ധരിക്കുന്നുകൊണ്ട് പറയുന്നത്. അതിനാണ് ഞാൻ ഇരുന്ന് മിണ്ടാൻ വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അതിനകത്തെ ഒരു പ്രക്രിയ പ്രധാനപ്പെട്ട പ്രക്രിയ അല്ല, അതിൽ ഒരു പ്രക്രിയ തിരഞ്ഞെടുക്കാൻ കഴിവുള്ളവരെ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു പണിയുണ്ട്. അത് ഇതുവരെ നടന്നിട്ടില്ല. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് വേണ്ടേ? വണ്ടിയുണ്ട്, ഓടിക്കാൻ അറിയണ്ടേ? ഗംഭീര സാധനമാണ് കാർ. സമൂഹത്തിന് അർഹരായവരെ കിട്ടുകയുള്ളെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് അർഹരായവരെ ഉണ്ടാക്കേണ്ട പണി നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ അവസാനത്തെ സ്ഥാനം. അവിടെയാണ് ഈ കുടുംബമൊക്കെ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വിഷയം അങ്ങനെ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ജീവിതത്തിനെ പറ്റിയൊരു അറിവ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ 1950 ഭരണഘടന പ്രഖ്യാപിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് പ്രജ പൗരനായത്. ആരെങ്കിലും അറിഞ്ഞോ? ആരും അറിഞ്ഞിട്ടില്ല. ആരും അറിഞ്ഞിട്ടേ ഇല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. പിന്നെ നമ്മളെന്തുവാണ് പേടിക്കേണ്ട കാര്യം? ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഭരണഘടന വന്നു എന്നറിഞ്ഞിട്ടില്ലാത്ത വില്ലേജ് ഓഫീസ്, ഭരണഘടന വന്നു എന്നറിഞ്ഞിട്ടില്ലാത്ത പോലീസ് സ്റ്റേഷൻ, ഭരണഘടന വന്നു എന്നറിഞ്ഞുകൂടാത്ത കോടതി, ഭരണഘടന വന്നു എന്നറിഞ്ഞുകൂടാത്ത സെക്രട്ടേറിയറ്റ്, ഭരണഘടന വന്നു എന്നറിഞ്ഞിട്ടില്ലാത്ത വീടുകൾ, ഇത്രയല്ലേ ഉള്ളത്. പിന്നെന്തിനാണ് അത് പേടി? നമ്മൾ തുടങ്ങിയാൽ മതി. തുടങ്ങണമെന്ന് മാത്രമാണ് ഞാനീ പറയുന്നത്. ഭരണഘടന ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ലാത്ത ജനത അത് ചെയ്യുന്നില്ലെന്ന് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. സത്യമാണ്. അപ്പോൾ ഇലക്ഷന് ഒരു വോട്ടിന് ജയിക്കണം, ഒരു വോട്ടും കൂടെ വേണം. ആ ഒരു വോട്ട് എങ്ങനെ കിട്ടണമെന്ന് മാത്രമേ ആലോചിക്കേണ്ട കാര്യമുള്ളൂ എന്ന് എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജയിക്കുന്ന കാൻഡിഡേറ്റിനെ നിർത്താനല്ലാതെ തോക്കുന്ന കാൻഡിഡേറ്റിനെ നിർത്താൻ നിങ്ങൾ ആലോചിക്കുമോ? തീർച്ചയായിട്ടില്ല. നമ്മളെല്ലാവരും ഇപ്പം നമ്മൾ ഇലക്ഷന് നിന്നാൽ ഒരു വോട്ടിനെ എങ്ങനെ ജയിക്കണമെന്ന് മാത്രമേ ആലോചിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിക്കാരങ്ങ് മോശമായി പോകുന്നതുകൊണ്ടല്ല, ജയിക്കാൻ പറ്റത്തില്ലെന്നറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണികൾ വേണ്ടും വണ്ണം ഓരോ സ്ഥലത്ത് ചെയ്യേണ്ടത് ചെയ്യാതെ പോയിട്ടുണ്ട്. ആ ചെയ്യാതെ പോയ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവിതം എന്താണെന്നുള്ളൊരു ധാരണ ഉണ്ടാകണം. നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് നാൾ ജീവിച്ച് മരിച്ചു പോകുന്നവരാണ്. മരിച്ചതിന് ശേഷം ജീവിക്കുന്നതിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംസാരിക്കുന്നത്. മരിച്ചിട്ട് ജീവിക്കുന്നതിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മരിച്ചതിന് ശേഷം ജീവിക്കുന്നത് എങ്ങനെ എന്നുള്ളതിന് ഇവിടെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. രാവിലെ തൊട്ട് അമ്പലത്തിലും പള്ളിയിലും പോയിട്ട് ഈ മരിച്ചതിന് ശേഷം ജീവിക്കാനാണല്ലോ പോകുന്നത്, അല്ല വേറെ എന്തിനാണ് പോകുന്നത്? അപ്പോൾ ജീവിക്കുന്ന സ്ഥലത്തിട്ടുള്ള ശ്രദ്ധ ഇതുവരെ വരാതിരിക്കുന്ന ആൾക്കാരുടെ ലോകത്താണ് നമ്മൾ കഴിയുന്നത്. അതെ, അതിനുവേണ്ടി മരിക്കുക. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ജീവിതം എന്ന് എഴുതിയത്. അപ്പോൾ ജീവിതം എന്താണെന്നൊന്ന് നമുക്കൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ ജീവിതം എന്താണെന്ന് മനസ്സിലായാൽ അത് ജീവിക്കണ്ടേ? ജീവിക്കുന്ന ഇടമാണ് കുടുംബം. അപ്പോൾ ആ കുടുംബത്തിനെ പറ്റി ഒന്ന് അറിയേണ്ടതുണ്ട്. ഇത് രണ്ടും അറിയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ വാഹകർ, ജനാധിപത്യത്തിൻ്റെ കൊണ്ടു നടക്കേണ്ട ആളുകളെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. അവിടെ ഇതുവരെ ഈ ഏരിയ തിരിഞ്ഞുപോലും ആരും നോക്കിയിട്ടില്ല. എല്ലാ വീട്ടിലും പൂജ ചെയ്യുന്നുണ്ട്. അവരെന്തോ ചെയ്യുന്നത്? ജീവിച്ച് കഴിഞ്ഞിട്ട് ജീവിക്കുന്നതിനെ പറ്റിയുള്ള കഥകളാണുള്ളത്. മരിച്ച ശവശരീരത്തിൻ്റെ പുറത്ത് എന്തുമാത്രം പണിയെടുക്കുമെന്നറിയാം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കാലത്ത് ജീവിക്കുന്നിടത്ത് ഒരു കാര്യവും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പൗരബോധ നിർമ്മാണം എന്ന് പറയുന്നത് വീടുകളിലും സ്കൂളുകളിലും നടക്കേണ്ടത്. അപ്പോൾ അതിന് പറ്റിയ സ്കൂളൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ഉള്ള സ്കൂളുകളെന്ന് പറയുന്നത് അതല്ല. ജോലിക്കാരെ ഉണ്ടാക്കുന്നതും കൂലിക്കാരെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. 25 വർഷം പഠിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വിളിച്ച് ജോലി തന്നാൽ ചെയ്യും. അപ്പോൾ ജോലിക്കാരെ വിളിച്ച് തന്നാൽ ജോലി ചെയ്യാനുള്ള കഴിവുള്ളവർ മാത്രമേ അത് ജോലിക്കാർ.
ജോലിക്കാർ മാത്രമായ അർത്ഥം. അല്ലാതെ 25 വർഷം പഠിച്ച് ഞാനിനി ജീവിക്കാൻ പോവുക എന്ന് പറയുന്ന ഒരാളെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പുറന്തള്ളുന്നവരാണ് ജീവിക്കാൻ പോയിട്ടുള്ളത്. അവരാണ് ഈ നാട്ടിലെ കടയും എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന സ്ഥാപനം മുഴുവൻ നടത്തുന്ന ഈ സ്കൂളിൽ നിന്ന് പുറന്തള്ളിയവരാണ്. അവരുണ്ടാക്കിയ സ്ഥാപനത്തിനകത്ത് കണക്കെഴുതാൻ വരും പഠിച്ചവർ. ജോലി എവിടെ കിട്ടണ്ടേ? ഈ സ്കൂളിൽ നിന്ന് വിട്ടുപോയവർ തുടങ്ങിയ സ്ഥാപനം ജീവിക്കാൻ അവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, പക്ഷേ ഇവർക്കൊക്കെ ജോലി കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരെ മാത്രം ആവശ്യമുള്ള ഒരു സംവിധാനമാണ് ഈ സ്കൂളെന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെ കളയുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അതൊക്കെ ആരാണ് ഈ സ്ഥാനമാനങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ അങ്ങനെ ശരിയാണ് പറഞ്ഞതാണ് ശരി. രണ്ടാമത്തെ ഒരു കാര്യം, സ്ഥാനമാനങ്ങൾ പക്ഷെ ആരുണ്ടാക്കി എന്നുള്ള കാര്യം ചോദിക്കണ്ടേ? കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു കാര്യം, ഈ കണ്ണൂർ ജില്ലയിലെ ചന്ദനക്കാമ്പാറയിൽ ഒരു കനറ ബാങ്കിൻ്റെ മാനേജർ ഒരു കൃഷിക്കാരനോട് പെരുമാറുന്ന അല്ലെങ്കിൽ അവരോട് ഇടപെടുന്ന രീതി, കാരണം ഒരു യജമാനൻ ആര് അല്ലെങ്കിൽ ഈ പറയുന്ന മാനേജർ ആര് എന്നുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ട് സമൂഹം ഓരോ തൊഴിലിനും ഓരോ ഇത് വെച്ചിരിക്കുകയാണ്, ഓരോ സ്ഥാനമാനങ്ങൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ യജമാനന്മാരും അല്ലെങ്കിൽ ദാസന്മാരുമായിട്ടാണ് മറ്റു മനുഷ്യരെ അവർ കാണുന്നത്. അത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാവരുടെയും ചിന്തയിൽ കയറിക്കൂടിയിരിക്കുന്നൊരു കാര്യമാണ്. ആ ചിന്ത മാറാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും, സാറിവിടെ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ഒരേ രീതിക്കാരാണ്, ഒരേ കസേരയുള്ള, ഒരേ രീതി ജീവിക്കുന്ന, ഒരേ രീതിയിൽ ശരീരത്തെ രക്തം ഓടുന്ന എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണേണ്ടതുള്ളൂ. പക്ഷേ നമ്മൾ അതല്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ. ഓരോ ജോലിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കപ്പെടുന്ന ആൾക്കാർ അവർ വരുമ്പോഴത്തേക്കും നമ്മളെല്ലാം ചാടിയേക്കുക. പക്ഷേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ കണ്ടോണമെന്നില്ല. അപ്പോൾ യജമാനൻ ആര് അല്ലെങ്കിൽ ഈ സമൂഹം അവർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നിലവാരം, ആ നിലവാരം എന്താണെന്ന് പുനർചിന്ത നടത്താത്തോളം കാലം നമ്മൾ ഈ തരത്തിൽ നിന്ന് എത്ര ചിന്തിച്ചാലും നമ്മൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുനർചിന്ത എന്നൊരു വാക്ക് പറഞ്ഞില്ലേ? അതായി ചെയ്യുന്നത്. അത് ചെയ്യാനാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം അത് ചെയ്യാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞതാണ് ശരി. പുനർചിന്ത എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഇനി ഇരുന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്തല്ലോ, ചികിത്സ നിശ്ചയിക്കണേ. അപ്പോൾ ഡയഗ്നോസിസ് കഴിഞ്ഞ്, ഡയഗ്നോസിനകത്ത് നമ്മൾ രണ്ടുപേരും യോജിച്ചു. അത്രയേ ഉള്ളൂ. ഇത് പറയാനായിട്ട് നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. നിങ്ങളിത്രയും പേര് കൂടുന്നത് ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ പരിഹാരം കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്ന് ചില വ്യക്തതകൾ എന്ന് ഞാൻ പറയുന്നത് കുറച്ച് എനിക്ക് മനസ്സിലായത് കാര്യം നിങ്ങളടുത്ത് പങ്കുവയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതല്ല എവിടെയെങ്കിലും എത്തിച്ചേരുമോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്, നമ്മളിപ്പോൾ നമ്മൾ അക്കരയ്ക്ക് നീന്തുകയാണ്. അത് അക്കരെ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നീന്താൻ പറ്റും. അപ്പോൾ നമുക്ക് ചില ദിശാബോധങ്ങളൊക്കെ ഉണ്ട്. കടലിൻ്റെ നടുവിലാണ് എന്നറിയുമ്പോഴും നമ്മൾ ചില ദിശാബോധം വെച്ചാൽ അതിനെ നക്ഷത്രത്തേക്കാണ് നോക്കുന്നതും കിളികളൊക്കെ പറക്കുമ്പോൾ നമുക്കറിയാം ഓക്കെ അവിടെ ഒരു കരയുണ്ടാകണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു വർഷം മുഴുവൻ പറക്കുന്ന കിളിയുമുണ്ട്, കടലിൽ തന്നെ ഉണ്ട്. അതിനെ നോക്കിയിരുന്ന ഒരു രക്ഷയില്ല, കര വരത്തില്ല. ഇരുണ്ട് അതിന് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കര കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ പക്ഷേ കുറച്ച് അറിയേണ്ടതുണ്ട്. അതുപോലുള്ള ചില വ്യക്തതകളുള്ളത് കൊണ്ടാണ് ഞാനതിനെപ്പറ്റി പറയാമെന്ന് വിചാരിക്കുന്നത്. അത് ഈ പല മേഖലകളിലുള്ള ജീവിതം കൊണ്ടും മനസ്സിലാക്കലുകൾ കൊണ്ടും ഉണ്ടായതാണ്. അതൊന്ന് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ട്. എങ്ങനെയാണ് അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, നേരത്തെ നിങ്ങളെല്ലാവരും പൊതുവേ അവിടെ പറയുന്ന ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തന്നെ ഇങ്ങോട്ട് എന്നോട് പറയുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് പ്രശ്നമായിട്ടിരിക്കുന്നത്. ഇപ്പം വോട്ടിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, പക്ഷെ വോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എക്വിപ്ഡ് ആയിട്ടില്ല. ഇതാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം. നമ്മുടെ സ്കൂളാണ് നമ്മൾ തൊടാതിരുന്നത്, തീരെ തൊടാതിരുന്ന സ്ഥലമാണ്. പഞ്ചായത്ത് നമ്മൾ ഉണ്ടാക്കി, പക്ഷെ അത് അട്ടത്ത് വയ്ക്കുക എന്ന് പറയുന്നില്ല,
അവിടെ ഇരിക്കുകയാണ്, അവിടെ ഇരിപ്പുണ്ട്. അടുത്ത ഒരു 20-30 വർഷം ഇലക്ഷൻ നടന്നില്ലെങ്കിൽ ഭരണം നടക്കത്തില്ലേ? അപ്പോൾ ഇലക്ഷൻ വെറുതെയാണെന്നുള്ള മനസ്സിലായില്ലേ? അപ്പോൾ ഭരണം നടക്കുന്നുണ്ട്, അത് ഇലക്ഷനായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് എന്താ? ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി അതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ആ പണിയൊന്നും ചെയ്തില്ലെങ്കിലും ഭരണം നടക്കും. ഇതാണ് ഞാൻ ശരിക്കും കണ്ടെത്തി പറയുന്നത്. എന്താണ് ഭരണവും ജനങ്ങളുമായിട്ട് ഒരു ബന്ധം എപ്പോഴും. നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ ഇരിക്കുന്നത് രാജകൊട്ടാരങ്ങളിലാണ്. ഭരിക്കാനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആർക്കും ഒരു സംശയമില്ല. ജനാധിപത്യത്തിൽ ഭരണമാണില്ലാത്തത്. അത് ഇതുവരെ ആളുകൾക്ക് അറിഞ്ഞൂടെ. എന്താണ് ധീരതയോടെ നയിച്ചോളൂ ലക്ഷം പിന്നാലെ എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മൾ ഇപ്പോഴും വിളിക്കുന്നത്. അപ്പോൾ ഈ രാജാവാണ് ഭരിക്കുന്നതെന്നറിയാം. നമ്മുടെ ഇടയിൽ നിന്ന് ഒരു രാജാവിനെ ഉണ്ടാക്കി അങ്ങോട്ട് അയച്ചാൽ നല്ല ഭരണം വരും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ജനാധിപത്യത്തിൽ ഇല്ലാത്തതാണ് ഭരണം. പിന്നെന്താണ് ജനാധിപത്യത്തിലുള്ളത്? അപ്പോൾ അവിടെയാണ് പോൾസൺ പറഞ്ഞ് ജനാധിപത്യത്തിൻ്റെ ആധിപത്യം ഒന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു വെട്ടിട്ടിട്ട് ജനകീയം എന്ന് എഴുതണം. നമുക്കും ആധിപത്യമൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ പണ്ടേ തൊട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു? രാജാവിനെ മാറ്റി ജനങ്ങളുടെ ഭരണം. അപ്പോൾ ഭരണകൂടത്തിനെ പിടിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെയായിരുന്നു അത്. ഇലക്ഷനായാലും ഇലക്ഷൻ ഇല്ലാത്ത ജനകീയ വിപ്ലവത്തിലൂടെ പിടിച്ചാലും ഭരണകൂടം പിടിച്ചെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കിയിരിക്കുന്നതിന് ഒരു കറക്ഷൻ ആവശ്യമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത് വടി, വാള്, തോക്ക്, ഈ 3 എണ്ണം നമുക്ക് തരിക. ഇതാണ് നമ്മുടെ കയ്യിലോട്ട് തരുന്നത്. എന്നിട്ട് അയലത്തുള്ള ആളുകളുടെ അടുത്ത് സ്നേഹത്തോടെയും നീതിയോടെയും പെരുമാറാൻ ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വടിവെച്ചടിച്ചോ, വാളുകൊണ്ട് വെട്ടി, തോക്കുകൊണ്ട് വെടിവെച്ചിട്ട് അയലത്തുകാരനോട് മര്യാദയ്ക്കോ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഇത് ഇത്രയാണ് ഞാൻ നിങ്ങളോട് ഇനിയും പറയാൻ പോകുന്നത്. എൻ്റെ മുഴുവനും ഇത്രയേ ഉള്ളൂ. ഈ ഭരണകൂടം എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ പിടിച്ചെടുത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് ആ സാധനം ഉപയോഗിച്ച് ഒരിക്കലും ജനാധിപത്യം വരുത്താൻ പറ്റത്തില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അത് അടിക്കാനും കൊല്ലാനും ഉപദ്രവിക്കാനും വേണ്ടി മാത്രം, കീഴടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ തിരഞ്ഞെടുത്ത് വിട്ടാൽ അവരെല്ലാവരും രാജാക്കന്മാരായി മാറുന്നത്. അവരിയ്ക്കുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലായതുകൊണ്ടാണ്. അവരിയ്ക്കുന്ന കസേര, ഞാൻ ഈ കസേരയെ പറ്റി തമാശ പറഞ്ഞ അതുകൊണ്ടാണ്. കസേരയായാൽ, മുറിയായാൽ, മേശയായാൽ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, രാജാവിൻ്റെ കൊട്ടാരത്തിലെ മേശയും കസേരയും മുറിയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ കൊച്ചാക്കാനാണ്. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ തീരെ ചെറുതാണെന്ന്, നമ്മളെപ്പോലുള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നത്, പക്ഷേ അയാൾ വലിയ ആളാണെന്ന് തോന്നിപ്പിക്കുന്നതിനാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏത് ഓഫീസും നിങ്ങൾ നോക്കിക്കോ, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ നമ്മളെക്കാളും വലിയ ആളാണെന്ന് നമ്മളെ തോന്നിപ്പിക്കും. നമ്മളവിടെ കയറിയിരിക്കുന്നത് അങ്ങനെ തന്നെ തോന്നും, തലവരുന്ന വഴി. അതുകൊണ്ട് ഈ ഉണ്ടാക്കിയിരിക്കപ്പെട്ടിരിക്കുന്ന ഭരണകൂടം എന്ന് നമ്മൾ പറയുന്ന ഒന്നും തന്നെയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാകാതിരിക്കാനും ജനങ്ങളെ അന്യപ്പെടുത്താനും കീഴ്പ്പെടുത്താനും ചെറുതാക്കാനും ഉന്നം വെച്ച് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതൊരു കാലത്തും നമുക്ക്
പിടിച്ചെടുത്ത് ജനകീയമായി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇങ്ങനെ പോകാനുള്ള അവകാശമാണ് നമുക്ക് വേണ്ടത്. മറ്റേ ആണെങ്കിൽ സാറുമാരും അറിയത്തില്ല, ഇരി അവിടെ മണി അടിച്ചിട്ടില്ലെന്നത്.